58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 77,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 49,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും ലോ കിലോമീറ്റർ ആയിട്ട് 54,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 46,000 കിലോമീറ്റർ ആണ്. 42,000 കിലോമീറ്റർ. അത് ലോ കിലോമീറ്റർ ആണ്. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇപ്പൊ 14 മോഡൽ VXi വേരിയന്റ്. എത്ര ഓടിയുണ്ട്? 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 69,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് വരുന്നത് SX 1.6 വിത്ത് സൺറൂഫ് വരുന്ന ഓട്ടോമാറ്റിക്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് SA കാസിലാണ്, എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കൈപ്പടമോളിലാണ്. യൂസ്ഡ് കാർ ഷോറൂമാണ്. നമ്മുടെ അമീൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം റേറ്റ് കുറച്ചാണ് നമ്മൾ വണ്ടിക്ക്. ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഏറ്റവും മാക്സിമം റേറ്റ് കുറച്ച് ഫൈനൽ റേറ്റിലാണ് നമ്മൾ എല്ലാ വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്, ചെറിയ വണ്ടികളുണ്ട്, ഡീസൽ വണ്ടി ഉണ്ട്, പെട്രോൾ വണ്ടി ഉണ്ട്, അങ്ങനെ എല്ലാ കാറ്റഗറി വണ്ടികളും. ഹൈ റേറ്റ് ഒന്നും ഇവിടെ ഇടാറില്ല. എപ്പോഴും ഫാമിലി പർപ്പസിന് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നതും. നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ? അപ്പോൾ ആ സൈഡിൽ കിടക്കുന്നത് 2016 മോഡല് സ്വിഫ്റ്റ് പെട്രോൾ VXi വേരിയന്റ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നു. 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് മേജറായിട്ട് ആക്സിഡൻസ് കാര്യങ്ങൾ നമ്മളിവിടെ കിടക്കുന്ന ഒരു വണ്ടിക്കും ഒറ്റ വണ്ടിക്കും ഇല്ല കേട്ടോ. അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. വെള്ളം കയറിയതോ മേജറായിട്ടുള്ള ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള വണ്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതും അങ്ങനത്തെ നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ റേറ്റ് ഇതിന് നമുക്കൊരു 80-85% വരെ നമുക്ക് ലോൺ കൊടുക്കാം. 5 വർഷത്തേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിന് ഏറ്റവും ഫൈനൽ എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് 4,20,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 4,20,000 രൂപയാണ് ഫൈനൽ റേറ്റ് ആണ്. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. 2016 മോഡൽ സ്വിഫ്റ്റ് VXi സെക്കൻഡ് ഓണർ 58 കിലോമീറ്റർ കൂടിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നീറ്റ് വണ്ടിയാണ് കേട്ടോ. അടുത്തത് എത്തിയോസ് സെഡാൻ ക്ലാസ് 2012 മോഡലിൽ പെട്രോൾ വേരിയന്റിൽ വരുന്ന വണ്ടി. G ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 77,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് കേരള വണ്ടിയാണോ? ഇത് കേരള വണ്ടി. അപ്പോൾ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ്ഡ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ് വണ്ടി. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് ഏറ്റവും ഫൈനലായിട്ടൊരു 2,60,000 രൂപ കൊടുക്കാം. 2,60,000 രൂപയാണ് ഇതിന് നമ്മൾ ഫൈനലായിട്ട് ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. 2012 സിംഗിൾ ഓണർഷിപ്പ് 77,000 കിലോമീറ്റർ. 12 ആയതുകൊണ്ടാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ 14 തൊട്ടാണോ ഫിനാൻസ്? 13 മേളിലേക്കാണ്. 13 തൊട്ട് ചെയ്യാം. 13 ആകുമ്പോൾ ഒരു 2 വർഷത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 13 മുകളിലൊക്കെ ആണെങ്കിൽ 3 വർഷം മുതലൊക്കെ ചെയ്യാം. അടുത്തത് മൈക്ര. ഇത് ഒരു ഓട്ടോമാറ്റിക് ഹാച്ച് ബാക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. CVT ഓട്ടോമാറ്റിക് 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് മേജറായിട്ട് ഇഷ്യൂസ് ഒന്നും ഉള്ള വേറെ മേജർ ആക്സിഡൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം ലോ കിലോമീറ്റർ വണ്ടികളാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട 3 വണ്ടി. അപ്പോൾ ഇതിന്റെ റേറ്റ് എത്ര ഫൈനൽ റേറ്റ്? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപയ്ക്ക് ഇതേ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി കിടക്കുന്നു. മൈക്ര 2018 മോഡൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അടുത്തത് ഹ്യുണ്ടായി നിയോസ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് 2022 മോഡലാണ്. ഓക്കെ, 2022 മോഡൽ പെട്രോളിൽ വരുന്നു. സിംഗിൾ ഓണർഷിപ്പ്. മാനുവൽ ആണോ? മാനുവൽ പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും ലോ കിലോമീറ്റർ ആയിട്ട് പെടുത്താം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലിൽ ഒരു 5,20,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം. 5,20,000 അല്ലേ? അതെ, ഫൈനൽ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് ആയിട്ട് 5,20,000 രൂപ. ഇതിൽ എത്ര മാഗ്ന വേരിയന്റ് ആണ്. ഇതിന് നമുക്ക് എന്തായാലും 5 വർഷത്തേക്കായിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര അടയ്ക്കേണ്ടി വരും? പേയ്മെന്റ് ഇതിന് നമുക്കൊരു 40-50 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ഏകദേശം ഒരു 50 രൂപ ഒക്കെ വേണ്ടി വരും. ഏകദേശം 40 രൂപ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. 750 ഒക്കെ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. മാഗ്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നത്? 2 എയർ ബാഗ്, ABS, 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, ഇൻബിൽറ്റ് ഇൻഫോർടൈൻമെന്റ് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. DR വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചറും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്.
അടുത്ത സെലറിയോ ഇത് ഓട്ടോമാറ്റിക് ആണ്, ഹാച്ച് ബാക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, മാരുതിയുടെ സെലറിയോ ZXIO ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. 54,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് മേജറായിട്ട് ആക്സിഡന്റ് ഒന്നും സംഭവിച്ച വണ്ടിയല്ല, നീറ്റ് വണ്ടിയാണ്. ഫീച്ചേഴ്സ് പറഞ്ഞെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, ഇൻബിൽറ്റ് ഇൻഫോർടൈൻമെന്റ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്, ഡിഫോഗർ, റിയർ, ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഫൈനൽ റേറ്റ് എത്രയാണ്? ഇത് നമുക്ക് ഫൈനൽ 3,60,000 രൂപ കൊടുക്കാം. 3,60,000 ആണ് ഫൈനൽ റേറ്റ് പറയുന്നത്. ഇതിനും മാക്സിമം ഫിനാൻസ് കയറും. നമുക്ക് ഇപ്പോൾ ഒരു 50-60 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സുഖമായിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതിന് 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും അല്ലേ? 16 മോഡൽ എന്തായാലും 5 വർഷത്തേക്ക് ചെയ്യാം. ഓക്കെ, അതിനടുത്ത് വരുന്നത് i10. അതെ, 2011 മോഡൽ. 2011 മോഡൽ ആസ്ത വേരിയന്റ് ആണ്. ആസ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നു. 46,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 46,000 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സോറി, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. 80 ട്രാൻസ്മിഷൻ. 80 ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റേറ്റ് എത്രയാ ഇതിന്? നമുക്ക് ഫൈനലായിട്ട്, അതായത് ഇതിന് ജൂലൈയിലാണ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇതിനകത്ത് ഫൈനലായിട്ട് നമുക്കൊരു 2,30,000 ചെയ്ത് കൊടുക്കാൻ പറ്റും. 2,30,000 രൂപയാണ് ഇതിന് ഫൈനൽ റേറ്റ് പറയുന്നത്. കുഴപ്പമൊന്നുള്ള വണ്ടിയാണ്. ടെസ്റ്റ് പാസ്സാക്കാൻ നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ ടെസ്റ്റ് പാസ്സാക്കാൻ ടൈമുണ്ട്. നമുക്കൊരു ജൂലൈ ആണെന്നുണ്ടെങ്കിൽ ഒരു ജൂണിലാണ് നമുക്ക് ഇപ്പം മുന്നേ തന്നെ ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ അതന്നെ ഇപ്പം നമുക്ക് ഈ ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വേറെ ഇഷ്യൂ ഉള്ള വണ്ടിയല്ല, മേജറായിട്ട് ആക്സിഡന്റ് സംഭവിച്ച വണ്ടിയല്ല, നീറ്റ് വണ്ടിയാണ് കേട്ടോ. 2,30,000 ഫൈനൽ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് പോളോ. ഇത് ആസ്തയുണ്ടോ വേരിയന്റ്? സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണത്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്, ആസ്തയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് മറ്റേ റിവേഴ്സ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, റിവേഴ്സ് ക്യാമറ, സെൻസർ, 2 എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. അടുത്ത പോളോ ഇത് ഡീസൽ ഹാച്ച് ബാക്ക് വണ്ടിയാണ്. 2016 ലാസ്റ്റ് 17 രജിസ്ട്രേഷനിൽ വരുന്നു. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,04,000 കിലോമീറ്റർ ഓടിയത്. TDI എഞ്ചിൻ. ഏതാ വേരിയന്റ് വരുന്നത്? കംഫർട്ട് ലൈൻ ആണ്. ഓക്കെ, വേറെ ഇഷ്യൂ ഒന്നും ഉള്ള വണ്ടിയല്ലോ? ഇതിന് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്കൊരു ഫൈനൽ 4,60,000 രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫൈനൽ റേറ്റ് 4,60,000 അല്ലേ? അതെ. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ എന്തൊക്കെയാണ് ഉള്ളത്? ഇതിനകത്ത് ഫീച്ചറുള്ള എയർ ബാഗ്, ABS, പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. വീൽ കപ്പ് ആയിരിക്കും, അലോയ് ആയിരിക്കില്ല വരുന്നത്. വീൽ കപ്പാണ് വരുന്നത്. കംഫർട്ട് ലൈൻ അല്ലേ? ഫോഗ് ലാമ്പ് ഉണ്ട്. പിന്നെ അഡീഷണലി കമ്പനി തന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നോ? റേറ്റ് നമുക്ക് ഫൈനൽ 4,60,000 രൂപ. 4,60,000 കേട്ടോ. ഇതിന് ഡീസൽ എഞ്ചിനാണ്, വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നല്ല വണ്ടി, നല്ല മൈലേജ് ഉണ്ടാവും. അപ്പോൾ അടുത്ത് നമുക്ക് ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് പറഞ്ഞോ? ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ ആധാർ, പാൻ, ഫസ്റ്റ് സിബിൽ ചെയ്യാൻ. അതിനുശേഷം പിന്നെ നമുക്കൊരു കാറോടിച്ച റെസിപ്റ്റ്. ഇനിയിപ്പോൾ കാറോടിച്ച റെസിപ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത ഓപ്ഷനും നോക്കാം. ഇനി പിന്നെ വേണ്ടത് നമുക്ക് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഗ്യാരണ്ടറായിട്ട് ചിലപ്പോൾ ഒരാളും വേണ്ടി വരും. അതും കേസസ് ഡിഫറൻസ് ആണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. നമുക്ക് പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാരണ്ടർ ഉണ്ടെന്നൊന്നും ആവശ്യം നമുക്ക് വരില്ല. നമുക്ക് ബാക്കി സുഖമായിട്ട് ഈസിയായിട്ട് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഫിനാൻസിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വാടക വീടുള്ളവർക്ക് എടുക്കാമല്ലോ. വാടക എടുക്കാം. അതാ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് സാലറിയുടെ ആണ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിന്റെ ചെയ്തെടുക്കാൻ പറ്റും. റെന്റൽ അഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് റെന്റൽ അഗ്രിമെന്റ് ചെയ്തെടുക്കാം, ഫിനാൻസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വെർണ ഓട്ടോമാറ്റിക് ആണ്. സെഡാൻ ഓട്ടോമാറ്റിക്. ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. അതിനേക്കാൾ റേറ്റ് കുറച്ച് ഫൈനൽ റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. മോഡല് 2018 ലാസ്റ്റ് 19 രജിസ്ട്രേഷൻ. ഓക്കെ, 19 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നു. 69,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് വരുന്നത് SX 1.6 വിത്ത് സൺറൂഫ് വരുന്ന ഓട്ടോമാറ്റിക്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, കമ്പനി അലോയ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. വണ്ടി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കിലോമീറ്റർ 69, സിംഗിൾ ഓണർ, 2018 ലാസ്റ്റ് 19 രജിസ്ട്രേഷൻ. ഓക്കെ, അതായത്
17 വണ്ടി 16 വണ്ടി ഇട്ട വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? കൊടുക്കുന്നത്. അപ്പോൾ റേറ്റ് പറഞ്ഞു. റേറ്റ് വരുന്നത് 7,60,000 കൊടുക്കാം. 7,60,000 രൂപയാണ് ഇതിന് ഫൈനലായിട്ട് ഇട്ടിരിക്കുന്ന റേറ്റ്. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലെടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. സിംഗിളായിട്ട് റീലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേറ്റ് നന്നായിട്ട് കുറച്ച് നമ്മൾ ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഫിനാൻസ് കയറും, മാക്സിമം ഫിനാൻസ് കയറുന്നതായിരിക്കും കേട്ടോ. ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ 50 രൂപ 60 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് ക്വിഡ്. 2 ക്വിഡ് ഉണ്ട്, 2 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. രണ്ടും ഓട്ടോമാറ്റിക് ആണ്. ഇത് പഴയത്, പുതിയ ന്യൂ ഷേപ്പ്. അതെ, ഇത് 16 ലാസ്റ്റ് 17 രജിസ്ട്രേഷനിൽ വരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് 42,000 കിലോമീറ്റർ. അത് ലോ കിലോമീറ്റർ ആണ്. RXT ഓപ്ഷണൽ വേരിയന്റ് ആണ്. RXT ഓപ്ഷണൽ വേരിയന്റ്. സിംഗിൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നു. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. ഇൻബിൽറ്റ് ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? അലോയ്സ് ഉണ്ട്. ഫോഗ് ലാംപ്സ്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ റേറ്റ് ഇത് നമുക്ക് ഫൈനല് 2,60,000 രൂപ കൊടുക്കാം. 2,60,000 രൂപയ്ക്കാണ് നമ്മൾ ഫൈനൽ റേറ്റ് ഇതിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഇതിന് നമുക്കൊരു 30-40 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലേ? കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ക്വിഡ്. അടുത്ത ന്യൂ ഷേപ്പ് ക്വിഡ് ഏതാ മോഡൽ? ഇത് 2021 മോഡൽ. 2021 സെയിം RXT ഓപ്ഷനിൽ തന്നെ വേരിയന്റ്. ഓക്കെ. കിലോമീറ്റർ 54, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈനൽ നമുക്ക് 3,75,000 രൂപ കൊടുക്കാം. 3,70,000, 3,75,000 രൂപ. 3,75,000 ഇതിന് പറയുന്ന റേറ്റ്. ഇത്ര നേരം കാണിച്ച വണ്ടികളൊന്നും തന്നെ മേജർ ആക്സിഡന്റ് ഒന്നും സംഭവിച്ച വണ്ടിയല്ല കേട്ടോ. വെള്ളം കയറിയതൊന്നും അല്ല. നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. 2021 മോഡൽ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. RXT ഓപ്ഷണലാണ് വേരിയന്റ് വരുന്നത്. RXT ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സ് അതിൽ പറഞ്ഞ പോലെ തന്നെയുള്ള അതിലുള്ള സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും വരുന്നുണ്ട്. സെയിം വേരിയന്റ് ആണ്. RXT ഓപ്ഷണൽ ഷേപ്പിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അടുത്ത i20 2013 മോഡൽ, 3rd ഓണർഷിപ്പിൽ വരുന്നു. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇപ്പോഴത്തെ മൊത്തത്തിൽ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. ആവറേജ് അതാണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത്. ഓക്കെ. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുള്ള വണ്ടിയല്ല. റേറ്റ് നമ്മുടെ ഇത് നമുക്ക് ഫൈനലായിട്ട് 2 രൂപ ചെയ്യാൻ പറ്റും. 2,50,000 രൂപ ഫൈനൽ കൊടുക്കാം. 2,50,000 രൂപ. ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് മാഗ്ന വേരിയന്റ് ആണ്. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നു. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇൻഫോർടൈൻമെന്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അല്ല, ഇൻസൈഡ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ സെൻട്രൽ ലോക്ക് വിത്ത് റിമോട്ട് വരുന്നുണ്ട്. പിന്നെ കമ്പനി സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് നിങ്ങൾ കണ്ടോ? ഞാൻ പറയുന്നില്ല. ഓക്കെ. അടുത്തത് ഹോണ്ട സിറ്റി. ഇത് 2018 മോഡൽ. ഓക്കെ. ഓട്ടോമാറ്റിക് മോഡൽ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. പെട്രോൾ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നു. 75,000 കിലോമീറ്റർ. ഓക്കെ. 75,000 കിലോമീറ്റർ വണ്ടി. സർവീസ്ഡ് ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അപ്പോൾ റേറ്റ് ഇത് നമുക്ക് ഫൈനൽ ഒരു 7 ലക്ഷം രൂപ ഫൈനലായിട്ട് കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് ഒരു ഹോണ്ട സിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. വി വേരിയന്റ് അല്ലേ? വി വേരിയന്റ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്താണോ സിസ്റ്റം? കമ്പനി ഇൻഫോർടൈൻമെന്റ് മാറ്റിയിട്ട് ബ്ലോ പങ്ക്ട് എന്ന് പറഞ്ഞ സ്റ്റീരിയോ സെപ്പറേറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ബാക്കി 4 ഡോർ പവർ വിൻഡോ, പിന്നെന്താ പറയാനുള്ളത്? ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അലോയ്സ്, ഫോഗ് ലാമ്പ്, റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഹോണ്ടയുടെ ഓട്ടോമാറ്റിക് വണ്ടിയിൽ പാഡിൽ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫൈനൽ റേറ്റ് ഇത് നമുക്ക് ഫൈനലായിട്ട് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. 7 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി. അതെ. അടുത്തത് ഓൾട്ടോ 800 അല്ലേ? അതെ, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ്. മാനുവൽ ആണ് വണ്ടി. ഏതാ മോഡൽ? 2014 മോഡൽ VXI വേരിയന്റ്. ഓക്കെ. എത്ര ഓടിയുണ്ട്? 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ചെറിയ ടച്ചിങ് അതിന്റേതായ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റേറ്റ് എത്രയാ? ഇത് നമുക്ക് ഫൈനലായിട്ട് 1,75,000 രൂപ കൊടുക്കാം. 1,75,000 രൂപ. 1,75 ലക്ഷം രൂപയാണ് ഇതിന് പറയുന്ന വില. ഫൈനാൻസ് നമുക്ക് ഇതിന് ചെയ്യാം. ഒരു 3-4 വർഷത്തേക്ക് എന്തായാലും ഫൈനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫിയറ്റിന്റെ പുണ്ടോയാണ്. പുണ്ടോയ്ക്ക് അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഫാൻസ് ഉള്ള വണ്ടിയാണ് പുണ്ടോ. കാരണം ഇതിന്റെ ക്യാമറ പിടിക്കുന്ന അജാസ് പുതിയൊരു പുണ്ടോ എടുത്തിട്ടുണ്ട് അല്ലേ?
ആ ഓക്കെ. അപ്പോൾ ഇതേതാ മോഡൽ? ഇത് 2009 ലാസ്റ്റ് 10 രജിസ്ട്രേഷനിലായിരുന്നു ഇമോഷൻ പാക്ക്. ഡീസലാണ്. ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പ്, 69,000 കിലോമീറ്റർ. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടിയാണല്ലേ? നീറ്റ് വണ്ടിയാണ്. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ വീല് സ്റ്റിയറിംഗ് കവർ ഇട്ടിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആയിട്ട് ഇൻബിൽഡ് സിസ്റ്റം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? എയർ ബാഗ്, ABS, 4 ഡോർ പവർ വിൻഡോസ്. അലോയ് അല്ലേ ഇത്? കമ്പനി അലോയ് ആണ്. സെൻട്രൽ ലോക്കത്ത് റിമോട്ട്, ഫോഗ് ലാമ്പ്, റിയർ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. യോക്കോഹാമയുടെ ടയർ കിടപ്പുണ്ട്. ഇതിപ്പോ 2030 വരെ പേപ്പർ ഉണ്ടല്ലോ. 30 വരെ, അതായത് ഇപ്പൊ 25 ജനുവരിയിൽ വണ്ടി ടെസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 4 വർഷത്തേക്ക് വണ്ടിക്ക് പേപ്പർ ഉള്ളതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫൈനൽ റേറ്റ് എത്രയാണ്? ഇത് നമുക്ക് ഫൈനലായിട്ട് 1,25 രൂപ കൊടുക്കും. 1,4 രൂപ കൊടുക്കും. ഇതിന് ഫിനാൻസ് ഒന്നും കിട്ടൂല. ഫൈനൽ റേറ്റ് 1,25,000. ഡീസൽ വണ്ടി, ലോ കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. റിട്ടേൺ ക്ലെയിം വണ്ടി. നല്ല മൈലേജും ഉണ്ടാവും. നല്ല മൈലേജും ഉണ്ട്. ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് സ്വിഫ്റ്റിലും ബ്രിക്സിലും ഒക്കെ വരുന്നത്. വിസ്ത, കോട്ര ജെറ്റ് ഇതിലൊക്കെ വരുന്നത്. അടുത്തത് ഒരു എക്കോസ്പോർട്ട്. ഇത് നമുക്ക് നിലവിൽ ഇപ്പോൾ അഡ്വാൻസ് കിട്ടി ആയിട്ടുണ്ടല്ലേ? ഇന്ന് അഡ്വാൻസ് ആയി. പക്ഷേ നമുക്ക് ഈ സെയിം 14 മോഡല് ടൈറ്റാനിയം ആയിരുന്നു വണ്ടി. ഈ സെയിം നമ്മ 3,90,000 രൂപക്കാണ് നമ്മൾ ബുക്കിംഗ് എടുത്തിരിക്കുന്നത്. ഈ സെയിം റേറ്റ് 16 ട്രെൻഡ് നമുക്ക് കൊടുക്കാം. അത് വൈറ്റ് കളർ ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ട്രെൻഡ് ആണ് വേരിയന്റ് വരുന്നത്. ഇത് ടൈറ്റാനിയം, അത് ട്രെൻഡ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. അതിന്റെ സിംഗിൾ ഓണർഷിപ്പ്, 82,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. പെട്രോൾ ആയിരുന്നു? പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ മാനുവൽ. വണ്ടി ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ പുറത്തേക്ക് പോയി, അതുകൊണ്ടാണ് വണ്ടി ഇവിടെ ഇല്ലാത്തത്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വേറെ വണ്ടികൾ ഇഷ്ടം പോലെ വരാനുണ്ട്. SA കാറിന് 2 ഷോറൂം വരുന്നുണ്ട്. ഒന്ന് കൈപ്പട മോളിലും, മറ്റേത് കളമശ്ശേരി മെട്രോ പില്ലർ നമ്പർ 257 അടുത്ത്. 2 എറണാകുളം ജില്ലയിൽ കളമശ്ശേരി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അവിടെ ഉണ്ടാവും, അവിടെ ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഉണ്ടാവും. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് വണ്ടിയാണെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം, അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇൻഷുറൻസ് ആണെങ്കിൽ അത് അവൈലബിൾ ആണ്, ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഫിനാൻസ് അവൈലബിൾ ആണ്. വണ്ടി കൊടുക്കാണ്ടെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെ ഓൾ കേരള ഫിനാൻസ് ഉള്ളതാണ്. ഡെലിവറി ഓപ്ഷൻസും അവൈലബിൾ ആണ്. വണ്ടി വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെടണമെന്നുള്ളൂ. അതെ. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. അമീൻ, താങ്ക് യു സോ മച്ച്. അടുത്ത വണ്ടികൾ വരുമ്പോൾ കാണാം. ഓക്കെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.